അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പൊലിങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാ മൺതരി വാരിയെടുത്തപ്പോൾ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. എന്ത് പാട്ടാണ് ഭായ്! ഈ പാട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ. പണ്ട് ആകാശവാണി പറയുന്ന പോലെ സംഗീതം എ ആർ റഹ്മാൻ, വരികൾ റഫീഖ് അഹമ്മദ്, പാടിയത് ജിതിൻ രാജ്. ഇത്രയേ ഉള്ളൂ, ഈ 3 പേര്. അതിൽ എ ആർ റഹ്മാൻ നമുക്കറിയാം, അൾട്ടിമേറ്റ് ഓസ്കാർ എ ആർ റഹ്മാൻ. പാടിയത് ജിതിൻ രാജാണ്. മലപ്പുറത്തുകാരനാണ്. മലപ്പുറം കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. പക്ഷേ ചെന്നൈയിൽ കുറേ നാളായിട്ട് സെറ്റിൽഡാണ്, 10 കൊല്ലത്തോളായി. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ആടുജീവിതത്തിൻ്റെ വിജയത്തെക്കുറിച്ച്, വിജയത്തെ തുടർന്ന് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ജിതിൻ രാജ്. ഒരു സിമ്പിൾ ഗൈയാണ്. എ ആർ റഹ്മാനെ പോലെ തന്നെ മിതഭാഷിയായ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഗൈ ജിതിൻ രാജ്. വെൽ ഡൺ. വരികൾ റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, റഫീഖ് അഹമ്മദ് വാസ് എ പോയറ്റ്, ഒരു കവിയായിരുന്നു. ഒരു കവിയായിക്കൊണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും വൈലോപ്പള്ളി അവാർഡും അങ്ങനെ പല അവാർഡുകളും വാരിക്കൂട്ടിന് ശേഷം, ഒരു കവിയായി എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷമാണ് സിനിമാ രചന എന്ന തൊഴിലിലേക്ക് ഗർഷോം എന്ന പടത്തിലൂടെ വരുന്നത്. ആദ്യ ഗാനം എൻ്റെ കാലത്ത് ഫേവറേറ്റായ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാം മിഴികളെല്ലാം. 30 വർഷം മുമ്പേ ഹരിഹരൻ പാടിയ ഗാനം. KT കുഞ്ഞു മുഹമ്മദിൻ്റെ പടം, മുരളിയാണ് അഭിനയിച്ചത്. പ്രവാസ കഥ തന്നെ, ഗർഷോം. അതിനുശേഷം പെരുമഴക്കാലം, രാക്കിളിതൻ, വഴിമറിയും, പെരുമഴക്കാലം, MJ ചന്ദ്രൻ്റെ സംഗീതം. അതിൽ അറിയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് വന്ന ഓരോ ഗാനങ്ങളും എത്ര കവിതാത്മകമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 3 എക്സാമ്പിൾ പറയാം. മരണമെത്തുന്ന നേരത്ത് നീ എന്നരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോറി മരവിച്ച വിരലുകൾ നിന്നെത്തലോടി ശമിക്കുവാൻ. സ്പിരിറ്റിലെ ഗാനം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം വിടരുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണേ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണേ, എന്നിലെ റൂഹിൻ്റെ പകുതിയല്ലേ, മുത്തായി നീ മിന്നണ മാലയല്ലേ. ഇതാണ് റഫീഖ് അഹമ്മദ്. കവിതയാണ്, പ്യൂർ കവിത, പോയട്രി. ഈ ഗാനത്തിലും പോയട്രിയാണ്. ആ പെരുവനെ എന്ന സാധനം കഴിഞ്ഞ് വരുന്ന അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. എത്ര കവിതാത്മകമാണ്. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൽ
ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. റഫീഖ് അഹമ്മദ്, വെൽ ഡൺ. പിന്നെ എ ആർ റഹ്മാൻ, ഈ ഗാനം ഒരു ക്രൈ, ഒരു അഗാധമായ ഒരു ഡെസ്പറേഷനിലോ ഒരു ആത്മഹത്യാ തുല്യമായ സർവ്വതും തീർന്നു എന്ന് കരുതുന്ന, സർവ്വ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്രൈ, ഒരു രോദനം പോലൊരു ഗാനം വേണമെന്നായിരുന്നു അത്രേ ബ്ലസ്സി ഡയറക്ടർ, ഇതിൻ്റെ കപ്പിത്താൻ എ ആർ റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അത് നല്ല വൃത്തിക്ക് തന്നെ രോദനമായി ക്രൈ ആയിക്കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ട മാത്രയിൽ തന്നെ ഒരുപാട്, എന്താ അറിയില്ല, ഞാൻ മാത്രമല്ല പലരും കരയിപ്പിക്കുമാർ എ ആർ റഹ്മാൻ എന്ന കമ്പോസറിന് അത് ചെയ്തെടുക്കാൻ സാധിച്ചു. എ ആർ റഹ്മാൻ ഇതിൽ പാടുന്നുണ്ട്, വിജയ് യേശുദാസ് പാടുന്നുണ്ട്, മറ്റു പലരും പാടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗാനം ഈ പറഞ്ഞ നമ്മുടെ ജിതിൻ രാജ പാടിയ ഗാനമാണ് ക്ലിക്കായത്. സിനിമയിൽ 2 വരിയേ ഉള്ളൂ. പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ. കഴിഞ്ഞ്. സിനിമയിൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം വരുന്ന കോറസ് എ ആർ റഹ്മാൻ ഏറ്റുപാടിയ സംഗതികളെല്ലാം ലാസ്റ്റ് ടൈറ്റിൽസിലേ കാണിക്കുന്നുള്ളൂ. അത് സിനിമയ്ക്ക് അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ, സിനിമനെ ബൂസ്റ്റ് ചെയ്യാൻ, ഒരുപക്ഷെ സിനിമയുടെ അത്രത്തോളം തന്നെയോ അതിനേക്കാളുമോ മികച്ചു നിൽക്കാൻ ഗാനത്തിന് സാധിച്ചു എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. സിനിമ ഒട്ടും കുറവാണ് എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ 1, 2, 3 ഗാനം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഗാനം കൊണ്ട്, ഈ ഗാനം ചെയ്യുന്ന സമയത്ത് ഈ പെരിയോനെ എന്നുള്ള സംഭവം, അതായത് ഒരു ക്രൈ, ഒരു രോദനം പോലെ ചെയ്യണമെന്ന് ബ്ലസ്സി പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 ഇൻ്റർവ്യൂവിൽ ഞാൻ മനസ്സിലാക്കിയത്, റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ തുടങ്ങുന്നത് അങ്ങകലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പെരിയോനെ എന്നുള്ള സാധനം കൂട്ടിച്ചേർത്തത് ആ രോദനം ഇഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് എ ആർ റഹ്മാൻ ആണ് എന്ന് ജിതിൻ രാജ് എവിടെയോ പറഞ്ഞതായിട്ട് കണ്ടു. അതായത് ദൈവമേ, കടവുളെ, കർത്താവേ, ഒരുപക്ഷെ പടച്ചോനെ എന്നതുപോലെ ആയിരിക്കണം ഉദ്ദേശിച്ചുണ്ടാവുക. അത് ഒരു തമിഴ് ടച്ചിൽ പെരിയോനെ എൻ റഹ്മാനെ പെരിയോനെ റഹീമെ എന്ന് എഴുതി ചേർത്തത് മ്യൂസിക് കമ്പോസിങ് കൂടാതെ ആ 2 മാസ്മരിക വരികൾ എഴുതി ചേർത്തതും എ ആർ റഹ്മാനാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ്, ഇവർ 3 പേരാണ് ഇതിൻ്റെ കമ്പോസേഴ്സ്, ഇതിൻ്റെ സൃഷ്ടാക്കൾ. അത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. കവർ സ്റ്റോറി, നിങ്ങൾക്കും ഈ ഗാനം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട്. കമൻസ് രേഖപ്പെടുത്താൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പൊലിങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാ മൺതരി വാരിയെടുത്തപ്പോൾ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ്.